എൻ്റെ നിലവിലുള്ള പഠനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അത് എപ്പോൾ പൂർത്തിയാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് പൂർത്തിയാവുമെന്ന് പോലും അറിയില്ല. കാരണം അത്രയും ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ പഠിക്കുന്നത്. മധ്യധരണിക്ക് അപ്പുറമുള്ള അടിസ്ഥാനപരമായി മനുഷ്യർ തന്നെയോ എന്നാണ് എൻ്റെ പഠനം. ഒരു മനുഷ്യരോ അത് പഠിക്കേണ്ടതുണ്ട്. ആദമിന്റെ മനുഷ്യർ എന്നോട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദം സന്തതികൾ തന്നെയോ? അതെനിക്ക് ഓരോ ദിവസം വേറെ വേറെ വിലപ്പെട്ടു വരികയാണ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള ഖാസിമെ. ഇപ്പം ഈ പറഞ്ഞു വരുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഒരു എച്ചിൽ മുസ്ലിമായിട്ട് നടക്കുന്ന ആരിഫ് ഹുസൈൻ ഉണ്ടല്ലോ, ആരിഫ് ഹുസൈൻ്റെയോ അല്ലെങ്കിൽ ഒരു ലിക്കായത്ത് അലി ഉണ്ട്, ഇസ്ലാമിൽ നിന്ന് ലീക്കായ അലി ഉണ്ടല്ലോ, അയാളുടെയോ പ്രസംഗം അല്ലെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോകൾ ഇയാൾ കാണൽ തുടങ്ങി തോന്നുന്നുണ്ട്. കാരണം അവരൊക്കെ പറയണത് ആദം നബി അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, ആദം നബിയിൽ നിന്നുള്ള ആളുകളല്ല, നമ്മളൊക്കെ കുരങ്ങ് മനുഷ്യനായതാണ് എന്നാണ് പറയണത്. വല്ലാത്ത യാതി. ഓക്കെ, അത് ഇയാൾ കേട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. കേട്ടോക്കെ നമുക്ക് ഇയാൾ എന്താ പറഞ്ഞതെന്ന് അല്ലേ, കുറച്ചും കൂടി ഉള്ളൂ. ഭൂമിയിലുള്ള മനുഷ്യർ മുഴുവനും ആദം സന്തതികളല്ല എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നിത്തുടങ്ങിയത്. ഞാൻ പഠിച്ചു പൂർത്തിയാക്കി പറയല്ല. ഭൂമിയിലുള്ള മനുഷ്യർ മുഴുവനും ആദം സന്തതികളല്ല എന്ന ഒരു ധാരണ എനിക്ക് കൂടുതൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. തെളിവുകൾ കൂടുതൽ കിട്ടുന്നുണ്ട്. പഠിച്ച് വട്ടായി എന്ന് കേട്ടിട്ടല്ലുള്ളൂ. ഇതൊക്കെ തന്നെയാണത്. മനസ്സിലായില്ലേ? വല്ലാതെ പഠിച്ച് അന്തല്ലാതെ കണ്ണി കണ്ടത് പഠിച്ചിട്ട്, അതായത് പരിശുദ്ധ ഖുർആനും സ്വഹീഹ് ഹദീസും എത്ര പഠിച്ചിട്ടും ഒരു കുഴപ്പമില്ലാതെ ഇഷ്ടംപോലെ ആളുകൾ, പണ്ഡിത കേസരികൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ? അപ്പോൾ ഇത് ഹദീസും ഖുർആനും പഠിച്ചിട്ടല്ല, പട്ടനും എഴുതിയ പാളക്കിതാബുകളും മറ്റുള്ള കാര്യങ്ങളും പഠിച്ച് ആകെ തലയെറിഞ്ഞ് വട്ടായിട്ട് ഇനിയിപ്പോൾ റിലേ പോയി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാലാണ് ന്യൂജൻ കുട്ടികൾക്ക് അറിയുള്ളൂ. നമ്മൾ ഈ പഴയ ആളുകൾക്കൊക്കെ വട്ടാകുക, പിരാന്താകുക എന്നൊക്കെയാണ് പറയുക. എന്തായാലും ഇപ്പോൾ ഞാൻ മൂപ്പരിക്ക് പിരാന്തായി എന്നൊന്നും പറയില്ല. എന്തായാലും എന്തോ 2 പിരി കുറവുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ആദം നബിയുടെ സന്തതി പരമ്പരയാണ് മനുഷ്യരെല്ലാം എന്ന് പറയുമ്പോൾ ഇങ്ങേര് പറയാണ്, അല്ല എല്ലാവരും ഒന്നും ആദം നബിയുടെ, എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് മൊയിലേറെ. ഓക്കെ, ആക്ഷേപമല്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയാം, അതൊക്കെയാണ് ഇപ്പോഴത്തെ നിലപാടുകൾ എന്നുള്ളതാണ്. കുറച്ചൊക്കെ മിതത്വത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ മുഴുവനായിട്ട് ആ മിതവാദിയായിട്ട് അങ്ങനെ പോകുമൊന്നുമില്ല. ഇപ്പോൾ ആദം നബിയുടെ അല്ലെങ്കിൽ വേറെ ഇവിടെ മനുഷ്യർ വേണം. ആദം നബിക്കൊപ്പം വേറെ അള്ളാഹ് സൃഷ്ടിച്ചത് ഹവ്വയാണ്. അപ്പോൾ ആദം നബിക്ക് മക്കളുണ്ടായതൊക്കെ ഹവ്വയിലാണ്. ആ ഹവ്വയിലുണ്ടായ മക്കളിൽ നിന്ന് ആണ് പിന്നീട് നമ്മളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ആദം നബിയുടെ മക്കളുടെ എല്ലാം ആദം പരമ്പരയുടെ സയ്യിദാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ള ഹദീസ് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് എന്നുള്ളത്. അതല്ലാതെ ഒരു സന്തതി പരമ്പര ഏതാണ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആരിഫ് ഹുസൈൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ എച്ചിൽ മുസ്ലിമും അതുപോലെ തന്നെ ഇസ്ലാമെന്ന് ലിക്കായത്ത് അലിയും ഒക്കെ പറയുന്ന ആ കുരങ്ങ് നീർന്നു നിന്നിട്ട് മനുഷ്യനായി എന്നുള്ള ആ ഒരു വിശ്വാസത്തിലേക്ക് എത്തേണ്ടി വരും. ഇൻഷാ അല്ലാ. മനുഷ്യരുടെ ഉൽപ്പത്തി, മനുഷ്യർ എവിടെ നിന്നാണ്, മനുഷ്യർ എങ്ങോട്ടാണ്, മനുഷ്യർ എന്തിനുള്ളതാണ് പഠിക്കണം മൊയിലേരെ. പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പഠിച്ചോളി. സഹോദരങ്ങളെ, മഹാനായ ആദം നബി അലൈഹിസ്സലാം ഒന്നാമത്തെ മനുഷ്യനാണ് എന്ന് നമുക്കറിയാം. അതിന്റെ മുമ്പ് ലോകത്ത് മനുഷ്യവാസം ഇല്ലായിരുന്നു. മനുഷ്യർക്ക് മുമ്പേ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വിഭാഗം ജിന്നവർഗമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ മനുഷ്യരുടെ ഒന്നാമത്തെ മെമ്പറായി, ആ സമൂഹത്തിലെ ആദ്യ മെമ്പറായി അറിയപ്പെടുന്നത്, മാനവകുലത്തിന്റെ മനുഷ്യ സമൂഹത്തിന്റെ മുഴുവനും പിതാവെന്ന പേരിൽ അറിയപ്പെടുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അവിടുന്ന് അബുൽ ബശർ, മനുഷ്യകുലത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുകയാണ്. ആ മഹാനായ ആദം എന്ന് പറയുന്ന ആ മനുഷ്യന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖലഖഹു മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന് നാം ആദമിനെ സൃഷ്ടിച്ചിരിക്കുന്നു.
എന്നിട്ട് അതിനോട് നീ ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ അതുണ്ടായി. സൂറത്ത് ആലി ഇമ്രാനിലെ 59-ാമത്തെ ആയത്തിലാണ് നിങ്ങൾ ഈ കേട്ടത്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണ്. ഇവിടെ 3 മൂലകങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട വിഭാഗങ്ങളാണ് ഇവിടെയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ വഖുലിഖത്തിൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ വഖുലിഖ ആദമു മിമ്മാ വസിഫ ലക്കും. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. മലക്കുകൾ പ്രകാശത്താലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പ്രകാശം കൊണ്ടാണ്, നൂറിൽ നിന്നാണ് മലക്കുകളുടെ സൃഷ്ടിപ്പ്. അതേ അവസരത്തിൽ വഖുലിഖത്തിൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ, തീയിൽ നിന്നാണ് അവരുടെ സൃഷ്ടിപ്പ്. ഒന്ന് നൂറാണ്, മറ്റൊന്ന് നാറാണ്. വഖുലിഖ ആദമു, ആദം പടക്കപ്പെട്ടിരിക്കുന്നത്, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, മിമ്മാ വസിഫ ലക്കും, നിങ്ങളോട് വിവരിക്കപ്പെട്ടതുപോലെ. അള്ളാഹു വിവരിച്ചു തന്നിട്ടുമുണ്ട്. ഖലഖഹു മിൻ തുറാബ്, മണ്ണിൽ നിന്ന് ആദമിനെ സൃഷ്ടിച്ചു എന്ന്. ഭൂമിയുടെ മുഴുവൻ പ്രകൃതിയും മനുഷ്യരിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യർ പല കളറുകളാണ്. അവരിൽ വെളുത്തവരുണ്ട്, കറുത്തവരുണ്ട്, പല കളറുള്ളവരുണ്ട്. ഉപോത്ബലകമായ നിലക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പര്യാപ്തമാകുന്ന നിലക്ക് ഇമാം തുർമുദിയും അബൂദാവൂദും ഒക്കെ റിപ്പോർട്ട് ചെയ്ത, അതുപോലെ തന്നെ ഇമാം നാസിറുദ്ദീനുൽ അൽബാനി, ആധുനിക ഹദീസ് പണ്ഡിതനായ നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ അഹാദീസു സഹീഹ എന്ന സഹീഹായ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ 1630-ാമത്തെ ഹദീസായി കൊണ്ട് അദ്ദേഹം കൊടുത്തിട്ടുമുള്ളതാണ് കേൾക്കാൻ പോകുന്നത്. ഇന്നല്ലാഹ ഖലഖ ആദം മിൻ ഖബ്ലത്തിൻ ഖബ്ലഹാ മിൻ ജമീഇൽ അർദ് ഫജാഅ ബനൂ ആദം അലാ ഖദ്രിൽ അർളി ജാഅ മിൻഹുൽ അഹ്മറു വൽ അബ്യദു വൽ അസ്വദു وبين ذلك والسهل والحزن والخبيث والطيب وبين ذلك. അല്ലാഹു ആദമിനെ സൃഷ്ടിച്ചു മിൻ ഖബ്ലത്തിൻ ഖബ്ലഹാ മിൻ ജമീഇൽ അർള്, ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കൂടി പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു പിടി മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫജാഅ ബനൂ ആദം, മനുഷ്യകുലം, മനുഷ്യരത കാണാൻ കഴിയും, അലാ ഖദ്രിൽ അർളി, ഭൂമിയുടെ പ്രകൃതി പോലെ തന്നെയുള്ള ചില പ്രകൃതി മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ മനുഷ്യരിൽ കാണാൻ കഴിയുന്നു. ജാഅ മിൻഹുൽ അഹ്മർ, അവരിൽ ചുവപ്പ് കളറുള്ളവർ, വൽ അബ്യദ്, വെള്ള നിറമുള്ളവർ, വൽ അസ്വദ്, കറുപ്പ് നിറമുള്ളവർ, വബൈന ദാലിക്, ഇവക്കെല്ലാം ഇടയിലുള്ളതും. കറുപ്പല്ല, വെളുപ്പല്ല, ചുവപ്പല്ല, മഞ്ഞയല്ല, പല രൂപത്തിലുള്ള വ്യത്യസ്തങ്ങളായ കളറുകൾ. വസ്സഹ്ലു വൽ ഹസ്നു വൽ ഖബീസു വത്വയ്യിബു വബൈന ദാലിക്. എന്താണ് സഹ്ല് എന്ന് പറയുന്നത്? അത് ആദ്യം പറഞ്ഞ 4 കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ബാഹ്യമായി അറിയപ്പെടുന്ന കാര്യങ്ങളല്ല. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് തുഹ്ഫത്തുൽ അഹ്വദി എന്ന ഹദീസിന്റെ ഒരു വിവരണം നൽകിയിട്ടുള്ള ഒരു ഹദീസിന്റെ ഗ്രന്ഥമുണ്ട്. ഹദീസ് വിവരണം നൽകിയിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ അതിന്റെ രചയിതാവായ ഇമാം മുബാറക് ഫൂരി റഹിമഹുല്ലാഹ് എടുത്തുദ്ധരിക്കുകയാണ് ഒരു പണ്ഡിതന്റെ ഉദ്ധരണി. അദ്ദേഹം പറയാണ്, ലമ്മാ കാനത്തിൽ ഔസാഫുൽ അർബഅ ളാഹിറ ഫിൽ ഇൻസാനി വൽ അർള്. നേരത്തെ പറഞ്ഞ 4 വിശേഷണങ്ങൾ മനുഷ്യരിലും ഭൂമിയിലുമൊക്കെ നമുക്ക് പ്രകടമായിട്ട് കാണാൻ കഴിയാവുന്നവയാണ്. അതുകൊണ്ട് തന്നെ അവയുടെ ഹഖീഖത്തിൽ, യഥാർത്ഥത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാം. അതേ അവസരത്തിൽ പിന്നീട് പറഞ്ഞ ഈ കാര്യങ്ങൾ നമുക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടതുണ്ട്. സഹ്ലി, ഹസൻ എന്നൊക്കെ പറഞ്ഞല്ലോ, അത് വ്യാഖ്യാനം ആവശ്യമാണ്. ലിഅന്നഹാ മിനൽ അഖ്ലാഖിൽ ബാത്തിന, അത് മനുഷ്യരിൽ പ്രകടമായി കാണാത്ത ആന്തരികമായ അവന്റെ ചില സ്വഭാവങ്ങളെയാണ് ദ്യോതിപ്പിക്കുന്നത്, അറിയിക്കുന്നത്, സൂചിപ്പിക്കുന്നത്. ഫൈനൽ മഅനാ ബിസ്സഹ്ൽ, അവയുടെ കൂട്ടത്തിൽ സഹ്ലുണ്ട് എന്ന് പറഞ്ഞാൽ അരിഫ്ഖു വല്ലീൻ, സൗമ്യതയുള്ള, ഭൂമിക്ക് സൗമ്യമായ പ്രകൃതിയുള്ള ഭൂമികളുണ്ട്, അതുപോലെ തന്നെ മനുഷ്യരിലുണ്ട് സൗമ്യ പ്രകൃതിയുള്ള ആളുകളുണ്ട്. 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 അതുപോലെ തന്നെ മനുഷ്യരിലുണ്ട് സൗമ്യ പ്രകൃതിയുള്ള ആളുകളുണ്ട്.
അതുപോലെ തന്നെ വബിൽ ഹസൻ അൽ ഖറഖ് വൽ അനഫ്, കാഠിന്യമുള്ള പരുഷതയുള്ള ആളുകളുണ്ട്. നല്ല രൂപത്തിലുള്ള കായ്കനികളെ സമൂഹത്തിന് പ്രദാനം ചെയ്യുമാറ് ഉപകാരപ്രദമായ ഫലഭൂയിഷ്ടമായ മണ്ണുകളുമുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത് അൽ മുഅ്മിനുല്ലദീ ഹുവ നഫ്ഉൻ കുല്ലുഹു, എല്ലാ നിലക്കും ഉപകാരപ്രദമായവനായിരിക്കും സത്യവിശ്വാസി. വിശ്വാസി എല്ലാവർക്കും ഉപകാരമുള്ള ആളുകൾ ഉണ്ടാവും മുഅ്മിനിനെ പോലെ. വബിൽ ഖബീസില്ലദീ യുറാദു ബിഹിൽ അർദുസ് സബ്ഹ, ചീത്തയായതുണ്ട് എന്ന് പറഞ്ഞല്ലോ ഭൂമിയിൽ. അതെങ്ങനെയാണ്? ചതുപ്പു നിലങ്ങൾ, തരിശ് നിലങ്ങൾ, ഉപകാരമില്ലാത്ത പ്രദേശങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടത് അൽ കാഫിറുല്ലദീ ഹുവ ദുർറുൻ കുല്ലുഹു, എപ്പോഴും ഉപദ്രവം മാത്രമുള്ള ഒരു പ്രയോജനവുമില്ലാത്ത അവിശ്വാസി നിഷേധിയെയാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്ന് അദ്ദേഹം വിശദീകരണം കൊടുത്തിരിക്കുകയാണ്. ഏതോ ആകട്ടെ സഹോദരങ്ങളെ, മനുഷ്യ പ്രകൃതിയിൽ തന്നെ കാണുന്ന നിറവ്യത്യാസങ്ങൾ, സ്വഭാവ വൈജാത്യങ്ങൾ, വ്യത്യസ്തങ്ങളായ സ്വഭാവ സവിശേഷതകൾ, അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അവന്റെ സൃഷ്ടിപ്പിന്റെ മൂലകമായ മണ്ണിന്റേതായ വ്യത്യസ്തമായ ഗുണങ്ങളും വൈജാത്യങ്ങളുമൊക്കെ ആ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യകുലത്തിലും നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കുന്നു എന്നർത്ഥം. ഇനി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചു പറയുന്നിടത്ത് വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ചിലയിടത്ത് തുറാബ് എന്ന് കൃത്യമായി തന്നെ അല്ലാഹു പറയുന്നു. ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിച്ച വചനം ആലു ഇംറാനിൽ ഖലഖഹു മിൻ തുറാബ്, തുറാബ് മണ്ണിൽ നിന്ന്. അത് ആലു ഇംറാനിൽ 59-ാമത്തെ ആയത്തിലാണ് വന്നത്. അതുപോലെ സൂറത്തുൽ ഹജ്ജിൽ 5-ാമത്തെ ആയത്തിലും സൂറത്തു ഗാഫിറിലെ 67-ാമത്തെ ആയത്തിലും ഇതേ പ്രയോഗം തന്നെയാണ് വന്നത്, മിൻ തുറാബ്, മണ്ണിൽ നിന്ന് എന്ന പ്രയോഗം. പിന്നീട് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗത്തിൽ എന്ന് മനസ്സിലാകുന്ന 2-ാമത്തെ പ്രയോഗം സൂറത്തു സജദ 7-ാമത്തെ ആയത്തിലും സാഫാത്ത് 11-ലും മുഅ്മിനൂനിലെ 12-ാമത്തെ വചനത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത് ഈ മണ്ണുമായി, ഈ മണ്ണിനോട് വെള്ളം കൂട്ടിക്കുഴക്കപ്പെട്ടു എന്നതാണ്. വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ, കേവല പൊടി മണ്ണിന് തുറാബ് എന്ന് പറയും. തീൻ എന്ന് പറയുമ്പോൾ അത് വെള്ളം ചേർത്ത് കുഴച്ച് ഒരു മണ്ണ് പരുവത്തിൽ, ആ രൂപത്തിലുള്ള തീൻ, കളിമണ്ണ്. കളിമണ്ണിൽ നിന്ന് അവന്റെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ നാം കളിമണ്ണിൽ നിന്ന് ആരംഭിച്ചു. വബദഅ, അവൻ ആരംഭിച്ചു ഖൽഖൽ ഇൻസാൻ, മനുഷ്യ സൃഷ്ടിപ്പ് മിൻ തീനിൻ, കളിമണ്ണിൽ നിന്ന് എന്നാണ് അവിടെ പറയുന്നത്. സൂറത്തു സാഫാത്തിലെ 11-ാമത്തെ ആയത്തിലോ ഇന്നാ ഖലഖനാഹും മിൻ തീനിൽ ലാസിബ്, നിശ്ചയമായും അവരെ നാം സൃഷ്ടിച്ചു മിൻ തീനിൽ ലാസിബ്, പശിമയുള്ള കളിമണ്ണിൽ നിന്ന്. ഒരു പശിമയുള്ള കളിമണ്ണ്, അപ്പൊ വെള്ളം ചേർക്കപ്പെട്ടു, വെള്ളത്താൽ കൂട്ടിക്കുഴക്കപ്പെട്ടു. മനുഷ്യനെ ആ രൂപത്തിൽ അതിന്റെ വ്യത്യസ്തങ്ങളായ അതിന്റെ ഘട്ടങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്നും മറ്റൊന്നിന് വൈരുദ്ധ്യമല്ല. ഇനി മുഅ്മിനൂൻ 12-ാമത്തെ ആയത്തിൽ വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിന്റെ സത്തിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. കളിമണ്ണിന്റെ സത്തിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ശരി, ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങുന്നു. വളരെ കൃത്യമായി പിന്നെ അള്ളാഹു പറയുന്ന വാചകം എന്താണ്? ഈ കളിമണ്ണ് ഒരു കറുത്ത ചെളി പാകത്തിലായി, ഒരൽപ്പം ചേറുപരുവത്തിലായി, മണ്ണ് ആ മണ്ണിൽ നിന്ന് കറുത്ത പരുവത്തിലായി ചേറായി കിടക്കുമ്പോൾ ഒരു ദുർഗന്ധം വരുന്ന രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. വിശുദ്ധ ഖുർആൻ പറയുന്നു വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, മനുഷ്യനെ തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, കറുത്ത ചെളി പാകപ്പെടുത്തി ഉണ്ടാക്കിയ, മുട്ടിയാൽ മുഴക്കമുണ്ടാക്കുന്ന കളിമൺ രൂപത്തിൽ നിന്ന്. ഇവിടെ എന്തൊക്കെ പ്രത്യേകതകൾ പറഞ്ഞു? കറുത്ത ചെളി പാകപ്പെടുത്തി ഉണ്ടാക്കിയ,
മുട്ടിയാൽ ചെലവിലെ ശബ്ദമുണ്ടാക്കപ്പെടുന്ന കളിമൺ രൂപത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ്. അങ്ങനെ അത് ഉണങ്ങി സൽസാലായി എന്നാണ് സൂറത്തുർ റഹ്മാനിലെ 14-ാമത്തെ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അള്ളാഹു പറയാണ്, ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ. സൂറത്തുർ റഹ്മാനിലെ 14-ാമത്തെ സൂക്തം, കലം പോലെ മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന ഉണങ്ങിയ കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. ഖലഖൽ ഇൻസാന, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ സൽസാലിൻ കൽ ഫഖാർ, തീ തൊട്ടിട്ടില്ലാത്ത ചൂളവക്കപ്പെട്ടതുപോലെയുള്ള കലം പോലെ മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന ഉണങ്ങിയ കളിമണ്ണിൽ നിന്ന്. ഇതൊന്നും മറ്റൊന്നിനെന്തല്ല, വൈരുദ്ധ്യമല്ല. അത് പിന്നിട്ട ഘട്ടങ്ങളെ ആണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാണ് ഈ ഹദീസുകളെ, ഈ ആയത്തുകളെയെല്ലാം വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്.